Hello everyone. Once again, welcome back to Academia Science Tutoring. ഇപ്പോൾ ഇന്ന് നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇന്ന് നമ്മൾ പഠിക്കുക. ഇപ്പോൾ ഫസ്റ്റ് സെഷനിൽ നമ്മൾ എന്താണ് നോക്കിയത്, എന്താണ് യൂണിറ്റ്സ്, എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, വാട്ട് ആർ യൂണിറ്റ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത്തരം കാര്യങ്ങളാണ് ഫസ്റ്റ് സെഷനിൽ നമ്മൾ discuss ചെയ്തത്. So in this session we'll see what are the different types of systems. Okay, physical quantities-നെ അല്ലെങ്കിൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. അപ്പം ആ ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വെയിറ്റ് മെഷർ ചെയ്യണം. അപ്പോൾ വെയിറ്റ് മെഷർ ചെയ്യുന്നത് ചില രാജ്യങ്ങളിൽ നമ്മൾ കിലോഗ്രാമിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ മറ്റു ചില രാജ്യങ്ങളിൽ അത് പൗണ്ട്സിലാണ് മെഷർ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചില നാരോ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി ആ വെയിറ്റ് എന്ന് പറയുന്ന ആ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. വെയിറ്റ് ഒരിക്കലും മാറുന്നില്ല. സിസ്റ്റംസ് മാറുന്നത് കൊണ്ട് വെയിറ്റ് ഒരിക്കലും മാറുന്നില്ല. ബട്ട് ഡിഫറെൻറ്റ് സിസ്റ്റംസിൽ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇസ് CGS സിസ്റ്റം. ഓക്കെ, ദ ഫസ്റ്റ് സിസ്റ്റം ഇസ് CGS. സോ വാട്ട് ഇസ് CGS system of unit? അതായത് length is measured in centimeter, mass is measured in grams and time in seconds. Okay, എന്താണ് ലെങ്ത് സെന്റിമീറ്ററിൽ മെഷർ ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് ദി C here, and mass is measured in, okay, so that is the G here, and time in second. Okay, and that gives the S here. So അതാണ് നമ്മുടെ CGS system എന്ന് പറയുന്നത്. Okay, what is CGS system? Length is measured in centimeter, mass is measured in gram, and time is measured in seconds. Okay, clear ആണല്ലോ? And the second system of unit second system ആണ് FPS system. What is FPS system? FP and S. So what will be FP and S? Length is measured in foot, then mass is measured in pound, and time in second. Okay, length measured in foot, so that is the F in the FPS. Then mass is measured in pounds, which is the P here, and again time is measured in seconds, so which gives the S in the FPS system. So FPS system is in which length is measured in foot, mass is measured in pounds, and time is measured in seconds. So that is the second system of unit, that is FPS system. Now the third system of units is MKS system. Okay, MKS system. So what is MKS? Length is measured in meter, and mass is measured in kilogram, and time is measured in seconds. Okay, length measured in meter, then mass is measured in kilogram, and again time is measured in seconds. So that is MKS system, the system in which length is measured in meter, mass is measured in kilogram, and time is measured in seconds. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ 3 സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇനി ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് കൂടിയുണ്ട്, വിച്ച് ഇസ് ദി SI സിസ്റ്റം, ദി ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഓക്കെ, ദി ഇന്റർനാഷണൽ
system of units, which is the SI system. System internationally. അതാണ് അതിൻ്റെ ഫുൾ ഫോം. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇന്റർനാഷണൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന യൂണിറ്റ്സ്, അതായത് അതൊരു സ്റ്റാൻഡേർഡ് സിസ്റ്റമാണ്. നമ്മൾ ഏത് രാജ്യത്ത് പോയാലും ഏത് പ്ലേസിൽ പോയാലും സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് സിസ്റ്റം ഇന്റർനാഷണലി ഓ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ക്ലിയർ ആണല്ലോ? അതായത് എവിടെ പോയാലും നമ്മളുടെ മെഷർമെന്റ്സിനുള്ള സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. അതായത് ഏത് രാജ്യത്ത് പോയാലും ദിസ് വിൽ ബി ദി സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അപ്പോൾ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ നമ്മൾ ആ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ്സ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, വാട്ട് ആർ ദ SI units of the fundamental physical quantities? Okay, what were the fundamental physical quantities? എന്തായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ്, ഇന്റൻസിറ്റി. സോ ദീസ് ആർ ദി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൻ്റെ SI യൂണിറ്റ്സ് എന്താണ്, അതിൻ്റെ സിമ്പിൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെങ്ത് ആണ്. ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഓക്കെ, ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് ആണ് മീറ്റർ. ഓക്കെ, ആൻഡ് ദി സിമ്പിൾ ഇസ് സ്മോൾ ലെറ്റർ M. ഈ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും യൂണിറ്റ്സ് എഴുതുമ്പോൾ മാറിപ്പോകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്മോൾ ലെറ്ററിലുള്ളത് സ്മോൾ ലെറ്ററിൽ തന്നെ എഴുതുക, ക്യാപിറ്റലിലുള്ളത് ക്യാപിറ്റലിൽ തന്നെ എഴുതുക. അപ്പോൾ അതിന് ഒരു സർട്ടൻ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പം നമുക്ക് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൻ്റെ നോക്കാം. ഓക്കെ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ ഫസ്റ്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ് ലെങ്ത്. ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് ആണ് മീറ്റർ ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് സ്മോൾ ലെറ്റർ M. സ്മോൾ ലെറ്റർ M ആണ് മീറ്റർ എന്നുള്ളതിൻ്റെ സിമ്പിൾ. ഓക്കെ, ഇനി സെക്കൻഡ് ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് മാസ്. സോ ഇൻ SI യൂണിറ്റ്, മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ഓക്കെ, SI യൂണിറ്റ് ഓഫ് മാസ് ഇസ് കിലോഗ്രാം. ആൻഡ് കിലോഗ്രാമിന്റെ സിമ്പിൾ സ്മോൾ k ആൻഡ് സ്മോൾ g. ക്യാപിറ്റൽ K എഴുതരുത്, സ്മോൾ k ആൻഡ് സ്മോൾ g. സോ kg, which is the symbol of kilogram, that is the SI unit of mass. Now the third fundamental unit is time. അത് ഒരു സിസ്റ്റത്തിലും ടൈമിൻ്റെ യൂണിറ്റിൽ വ്യത്യാസമില്ല. സോ ഇൻ SI system also the unit of time is second. Okay, and it is represented as small letter S. ചിലർ ഇതിനെ SEC എന്നോ അല്ലെങ്കിൽ സെക്കൻഡ്സ് എന്ന് കംപ്ലീറ്റ് ആയിട്ടോ ഒക്കെ എഴുതാറുണ്ട്. ഡോണ്ട് റൈറ്റ് ലൈക്ക് ദാറ്റ്. എപ്പോഴും സെക്കൻഡ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ S വെച്ചിട്ട് വേണം ഡിനോട്ട് ചെയ്യാൻ. സോ അതെപ്പോഴും ശ്രദ്ധിക്കുക. നൗ ദി ഫോർത്ത് ഫണ്ടമെന്റൽ യൂണിറ്റ് ഇസ് ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് യൂണിറ്റ്? ആംപിയർ. ആംപിയർ ആണ് ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ്. സോ the unit of electric current is ampere. Its unit is written as, the symbol is capital letter A. So ഇത് ക്യാപിറ്റൽ ലെറ്റർ വരാനുള്ള കാരണം ഒരു സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നും വന്നിട്ടുള്ള യൂണിറ്റ് ആയതുകൊണ്ടാണ്. ഒരു നെയിമിൽ നിന്നും വന്നിട്ടുള്ള യൂണിറ്റ് ആയതുകൊണ്ടാണ് അത് ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ സിമ്പിൾ എഴുതുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ക്യാപിറ്റൽ ലെറ്റർ A, ആംപിയർ. ഓക്കെ, and the fifth fundamental unit is ടെമ്പറേച്ചർ. നമുക്കറിയാം പല യൂണിറ്റ്സിൽ മെഷർമെന്റ് ചെയ്യാറുണ്ട്. ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ്. ഇത് മൂന്നും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ബട്ട് ദി SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഇസ് കെൽവിൻ. കെൽവിൻ ആണ് ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ്. സോ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഇസ് Kelvin, which is represented as, the symbol is capital K. Again, അതൊരു സയന്റിസ്റ്റിന്റെ നെയിമിൽ നിന്നും വന്നിട്ടുള്ള സിമ്പിൾ ആയതുകൊണ്ട്, പേരായതുകൊണ്ട്, അതുകൊണ്ടാണ് അതിന് ക്യാപിറ്റൽ ലെറ്റർ കെയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഡോണ്ട് റൈറ്റ് ഇറ്റ് ആസ്
സ്മോൾ ലെറ്റർ കെ, ക്യാപിറ്റൽ ലെറ്റർ കെ ആണ് കെൽവിന്റെ സിമ്പൽ. ഓക്കെ, നൗ ദി സിക്സ്ത് വൺ ഇസ് amount of substance. amount of substance റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മോൾ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് amount of substance എഴുതുന്നത്. ആൻഡ് ദി സിമ്പിൾ ഇസ് MOL, സ്മോൾ ലെറ്റർ MOL. യൂണിറ്റ് പറയുമ്പോൾ MOLE ഉണ്ട്, നമ്മൾ സിമ്പിൾ എഴുതുന്നത് MOL മാത്രമേ ഉള്ളൂ. ആൻഡ് all these are small letters. Small letter MOL. Mole is the symbol of amount of substance. And next, the last and seventh fundamental quantity is luminous intensity. Luminous intensity എന്ന് പറഞ്ഞാൽ ലൈറ്റുമായിട്ട് റിലേറ്റഡ് ആണ്, ലൈറ്റിന്റെ ഇന്റൻസിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ്. സോ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കാൻഡില. കാൻഡില is the unit of luminous intensity. Candela, which is written as, the symbol is small letter C and small letter D. Okay, random small letters are small letter CD. Unit of luminous intensity is candela and symbol is CD. Okay, ഒന്നുകൂടി ഞാൻ പറയാം. The 7 fundamental quantities. Length, its unit is meter, written as small letter m. Mass, unit kilogram, small letter kg. Okay, time, unit is second, written as small letter s. Electric current, its unit is ampere, capital A. Temperature, its unit is Kelvin and capital K. Amount of substance, mole is the unit, written as MOL. The unit symbol is MOL. Then the last one, luminous intensity, its unit is candela and the symbol is small letter CD. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ദർ SI യൂണിറ്റ്സ് ആസ് വെൽ ആസ് ദി സിമ്പിൾ ഓഫ് ദി SI യൂണിറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസിനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു, പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. സോ പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അബൌട്ട് ദി 2 സപ്ലിമെന്ററി ആംഗിൾസ്, നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോഴൊന്നും അവിടെ ആംഗിളിന്റെ മെഷർമെന്റ്സ് വന്നിട്ടില്ലായിരുന്നു അല്ലെ. ആംഗിൾ മെഷർമെന്റ്സ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പൊ ആംഗിൾ മെഷർമെന്റ്സ് വരുന്നത് നമ്മൾ ഏതിലാണ്? സപ്ലിമെന്ററി ആംഗിൾസ് ആണ് ആംഗിൾ മെഷർമെന്റ്സ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ഇസ് പ്ലെയിൻ ആംഗിൾ ആൻഡ് ദി സെക്കൻഡ് വൺ ഇസ് സോളിഡ് ആംഗിൾ. ഫസ്റ്റ് വൺ പ്ലെയിൻ ആംഗിൾ നോക്കാം. പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 2 ഡയമെൻഷണൽ വ്യൂ ആണ്, അതായത് ഒരു പ്ലെയിൻ ഓഫ് ദി പേപ്പർ, അതിൽ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കുക. 2 ഡയമെൻഷണൽ ആണ്, 2 കോർഡിനേറ്റ്സേ ആവശ്യമുള്ളൂ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു, ഈ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഡി തീറ്റയില് ഒരു പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്തിരിക്കുകയാണ് ഇൻ 2 ഡയമെൻഷൻ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ എന്താണ് ഡി തീറ്റ, ഇതാണ് ആ പെർട്ടിക്കുലർ ആംഗിൾ, റൊട്ടേറ്റ് ചെയ്ത ആംഗിൾ. ഇത് നമ്മുടെ റേഡിയസ് ആർ, ആൻഡ് ആ റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമുക്കറിയാം ഇത് സർക്കിളിന്റെ ഒരു പോർഷൻ പോലെയാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ആർക്കാണ്, ആ ആർക്ക് ലെങ്ത് ആണ് DS എന്ന് പറയുന്നത്. സോ നമ്മൾ മാത്സിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. അപ്പൊ നമ്മൾ ഈ പ്ലെയിൻ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? പ്ലെയിൻ ആംഗിൾ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് വിച്ച് ഇസ് DS by R. The plane angle d theta is equal to DS by R, where DS is the length of the arc and R is the radius. Okay, ini plane angle inde unit ആണ് radian, which is written as, and the symbol എന്ന് പറയുന്നത് small letter RAD, rad. Okay, so radian is the unit of the plane angle. Plane angle clear ആണെന്ന് വിചാരിക്കും. ഇനി സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ വ്യൂ ആണ്. ഇതിപ്പോ നമുക്കൊരു സർക്കിളിന്റെ പോർഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം പ്ലെയിൻ ആംഗിൾ എടുക്കുമ്പോൾ. ഇനി സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പിയർ കൺസിഡർ ചെയ്യാം, ഒരു ബോൾ കൺസിഡർ ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ അതിന്റെ സെന്ററിൽ നിന്ന്, അതിൽ നിന്ന് ഒരു പോർഷൻ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്ത പോലെ, അതാണ് ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടാവും ഫിഗർ. സ്ഫിയറിന്റെ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്ത പോലെ, ഒരു കോൺ ഷേപ്പിലുള്ള ഒരു പോർഷൻ അതിന്റെ സെന്റർ തൊട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത പോലത്തെ ഒരു പോർഷൻ, അതാണിത്. അപ്പൊ ഇതെന്താണ്? ഇത് നമുക്ക് 2 ആക്സിസ് പോരാ ഇതിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ്
അതെന്താണ്, സർക്കിൾ അല്ല സ്ഫിയർ ആണ്. അപ്പോൾ അതൊരു 3 ഡയമെൻഷണൽ വ്യൂ ആണ് അല്ലെ, 3 ഡയമെൻഷണൽ ആണ്. അപ്പോൾ അതിന്റെ സെന്ററിൽ വരുന്ന ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത്, സോളിഡ് ആംഗിൾ വിച്ച് ഇസ് ഡി ഒമേഗ. ഈ സിമ്പിൾ ആണ് ഒമേഗ. ഡി ഒമേഗ ഇസ് ദി സോളിഡ് ആംഗിൾ ഹിയർ. അപ്പൊ നമുക്ക് ഒരു സർക്കിൾ ആയിരുന്നപ്പം അവിടെ നമുക്ക് ഈ ഔട്ടർ കവർ ചെയ്ത പോർഷൻ എന്ന് പറയുന്നത് ഒരു ലെങ്ത് ആയിരുന്നു അല്ലെ, കവർ ചെയ്ത പോർഷൻ ഒരു ലെങ്ത് ആയിരുന്നു. ബട്ട് നമുക്ക് ഇതൊരു 3 ഡയമെൻഷനൽ ആയതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ഏരിയ ആണ് ഈ ആംഗിള് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ഏരിയ കവർ ചെയ്ത് പോകുന്നുണ്ട് ആ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ആ ഏരിയ ആണ് ഡി എ ആൻഡ് ദി റേഡിയസ് ഇസ് ആർ. അപ്പൊ ഈ ഒരു പോർഷനെ നമ്മളൊരു സ്ഫിയറിന്റെ ഒരു പീസ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ വേണ്ടി, ഒരു സ്ഫിയറിന്റെ ഒരു പോർഷൻ ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. ഇത് നമ്മൾ സർക്കിളിന്റെ ഒരു പോർഷൻ പോലെ കൺസിഡർ ചെയ്താൽ ഇത് സ്ഫിയറിന്റെ ഒരു പോർഷൻ ആണ്, 3 ഡയമെൻഷനിൽ ആണ്. അപ്പൊ അവിടെ വരുന്ന ആംഗിൾ ആണ് ഡി ഒമേഗ വിച്ച് ഇസ് ദി സോളിഡ് ആംഗിൾ, റേഡിയസ് ഇസ് ആർ ആൻഡ് കവർ ചെയ്യുന്ന ഏരിയ ആണ് ഡി എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഡി ഒമേഗ ഇസ് ഈക്വൽ ടു ഏരിയ ആയതുകൊണ്ട് ഇവിടെ ആർ സ്ക്വയർ വരും. ഹിയർ ഇറ്റ് വാസ് ഓൺലി ആർ, ഇവിടെ നമുക്ക് ആർ സ്ക്വയർ വരും. അപ്പൊ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു ഡി എ ബൈ ആർ സ്ക്വയർ. ഓക്കെ, വേർ ഡി എ ഇസ് ദി സ്മോൾ ഏരിയ കവേർഡ് by this solid angle and r is the radius of the sphere. അപ്പോൾ solid angle d omega is equal to dA by r square. Its unit is steradian. Steradian, S-T-E-R-A-D-I-A-N, steradian. And written as its symbol is small letter SR. Okay, steradian written as SR. So പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആംഗിൾ മെഷർമെന്റ് ആണ്, ഒന്നൊരു 2 ഡയമെൻഷണൽ വ്യൂ ആണ് ആണെങ്കിൽ ദ സോളിഡ് ആംഗിൾ ഈസ് 3 ഡയമെൻഷണൽ വ്യൂ. ഓക്കെ, അപ്പോൾ സപ്ലിമെന്ററി ആംഗിൾസ് ആണ് പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ ആൻഡ് സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് ഇസ് സ്റ്റെറേഡിയൻ. ആൻഡ് ഡി തീറ്റ ഇസ് ഈക്വൽ ടു ds by r, whereas d omega is equal to dA by r square. Okay, hope this is clear for you. So ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? The different systems of units, MKS, FPS and finally the SI system of units. അത് നമ്മൾ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ SI യൂണിറ്റ്സ് എന്താണെന്ന് കണ്ടു, അതിന്റെ സിമ്പിൾസ് കണ്ടു. പിന്നെ നമ്മൾ പഠിച്ചത് 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്, ദാറ്റ് ഇസ് പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. അപ്പോൾ ഇന്ന് എടുത്ത കാര്യങ്ങൾ, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നും നിങ്ങൾ ക്ലാസ്സുകൾ കാണുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ, ഞാൻ അതിന് റിപ്ലൈ തരും. പിന്നെ ക്ലാസ്സസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സസ് ഇടുന്ന സമയത്ത് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലാസ്സസ് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നത് വരെ നന്ദി.